മദ്യപാനം ഹൃദയത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമ്മൾ മദ്യപിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബി വളരെയധികം കൂടുകയാണ്. ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഹൃദയ സമ്മർദ്ദം നോർമലായിട്ട് നമ്മൾ ഒരു 120/80 ഉള്ള ഉള്ള ഒരാൾ മദ്യപിക്കുമ്പോൾ ആ 200/100 കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഹൃദയത്തിനൊരു എക്സ്ട്രാ സ്ട്രെയിൻ ആണ് വരുന്നത്. അതായത് ഹൃദയം കൂടുതൽ ഫോഴ്സ്ഫുള്ളായിട്ട് പമ്പ് ചെയ്യുകയും ഈ ഹൈ പ്രഷറിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഹൃദയം പമ്പ് ചെയ്യേണ്ടിയിരിക്കുന്നത്. സോ ഇങ്ങനെ വരുമ്പോൾ ഈ ചില ആൾക്കാർക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. രണ്ടാമതായിട്ട് നമ്മൾ സംഭവിക്കുന്നത് ഈ മദ്യപിക്കുമ്പോൾ ഈ ബ്ലഡ് പ്രഷർ കൂടിയിട്ട് ഈ ഹാർട്ട് തന്നെ അതിൻ്റെ റിതം അങ്ങ് നോർമലായിട്ട് ഒരു 70 പ്രാവശ്യം അടിക്കേണ്ട ഈ ഹാർട്ട് ഒരു 100, 110, 120, 130 അങ്ങനെ ഹൃദയത്തിൻ്റെ ഹാർട്ട് റേറ്റ് കൂടുകയും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഹൃദയത്തിൻ്റെ താളം തെറ്റിപ്പോവുകയും പിന്നെ ഇതൊരു വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ അല്ലെങ്കിൽ വെൻട്രിക്കുലർ അറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിലേക്കും പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മൂന്നാമതായിട്ട് ഈ മദ്യപാനികളിൽ നമ്മൾ ഒരു കാർഡിയോമയോപ്പതി, ആൽക്കഹോളിക് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞുള്ള ഒരു കണ്ടീഷനുണ്ട്. അതായത് ഈ ഹൃദയത്തിൻ്റെ മസിൽ വീക്കായി പോവുകയും ക്രോണിക് ആൽക്കഹോളിക്സിൽ നമ്മൾ കാണുന്നത് ഈ ഹൃദയത്തിൻ്റെ മസിൽ വളരെയധികം ശോഷിച്ചു പോവുകയും ഇവർക്ക് ഹൃദയാഘാതം ഉണ്ടാകാനും മരണപ്പെട്ടു പോകാനുമുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. നാലാമതായിട്ട് നമ്മൾ മദ്യപിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ഈ കൊഴുപ്പിൻ്റെ അംശം, അതായത് ഹൃദയ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന ഈ കൊഴുപ്പിൻ്റെ അംശം വളരെയധികം വർദ്ധിക്കും. ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ മോശമായ കൊളസ്ട്രോൾ വളരെയധികം കൂടുകയും ഇത് കൂടിയതിന് ശേഷമാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബിഞ്ച് ഡ്രിങ്കിങ്. സാധാരണ ഒരു പെഗ് കഴിക്കുന്ന ഒരാൾ ഒരു 10-12 പെഗ്, അതായത് സുഹൃത്തുക്കൾ കൂടെ കൂടുമ്പോൾ കഴിച്ചു തുടങ്ങുമ്പോൾ പെട്ടെന്നായിരിക്കും ഹൃദയാഘാതം ഉണ്ടാകുന്നത്. ഇതിന് വിശേഷിപ്പിക്കുന്ന ഒരു അവസ്ഥയെന്ന് പറയുന്നത് ആൽക്കഹോൾ ഹാർട്ട് സിൻഡ്രോം, ഹാപ്പി ഹാർട്ട് സിൻഡ്രോം എന്ന് പറഞ്ഞാണ്. നമ്മൾ സന്തോഷിച്ച് മദ്യപിക്കുമ്പോൾ നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ നമ്മൾ എത്ര കഴിക്കുന്നു അല്ലെങ്കിൽ എത്ര ആൽക്കഹോൾ കഴിച്ചു എന്നുള്ളത്. ഇത് ഹൃദയത്തെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും, ഹൃദയാഘാതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണാറുണ്ട്.